ഹായ്, എൻ്റെ പേര് രോഷ്നി, വീട് ചെങ്ങന്നൂർ. ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമേ ആയിട്ടേ ഉള്ളൂ. കുറച്ച് ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. ഇതിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും പിന്നെ ഹസ്ബൻ്റെ ചേട്ടൻ്റെ വൈഫും കുഞ്ഞും ഞങ്ങൾ ഈ 4 പേരൂടെ മലേഷ്യയിലേക്ക് ട്രിപ്പ് പോയി. അവിടെ ചേട്ടൻ്റെ അതായത് എൻ്റെ ഹസ്ബൻ്റെ ചേട്ടൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ കുറച്ച് ദിവസം അവിടെ നിൽക്കാൻ വേണ്ടി പോയതാണ്. അവിടുത്തെ കുറച്ച് വിശേഷവും ഫോട്ടോസും വീഡിയോസും ഒക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ ആദ്യത്തെ ലോങ് വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഓക്കേ. രാവിലെ അമ്പലത്തിൽ പോയി. അതിനുശേഷം ചെങ്ങന്നൂർ സിബീസ് മണീസ് എക്സ്ചേഞ്ച് ഉണ്ട്. അവിടെ പോയി നമ്മൾ ഇന്ത്യൻ കറൻസി കൺവേർട്ട് ചെയ്ത് നമ്മുടെ മലേഷ്യൻ റിംഗിറ്റ്സ് കുറച്ച് വാങ്ങി. തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ്. രാത്രി 12 മണിക്ക്. ഞങ്ങൾ 3 മണിക്കൂർ മുമ്പേ അവിടെ എത്തി. പിന്നെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. പിന്നെ പ്രൊസീജിയറും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം കഴിഞ്ഞ് അവിടെ കുറച്ച് നേരമൊക്കെ എങ്ങനെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസ് എടുത്തു. ഫ്ലൈറ്റിൽ കയറി. എയർ ഹോസ്റ്റസ് നല്ല ചിരിയോടെ വെൽക്കം ചെയ്തു. പിന്നെ അതിലിരുന്നും ഫ്ലൈറ്റിലിരുന്നും കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്ത്. പിന്നെ എയർ ഹോസ്റ്റസ് അവരുടെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കാണിച്ചു തന്നു. എയർപോർട്ടിൽ പോയിട്ടേ ഉള്ളൂ, പക്ഷെ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് കയറുന്നത്. അതിൻ്റെ ഒരു ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പേടിയുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിനും ചേച്ചിക്ക് ഒരു കുഴപ്പം, അവർക്ക് പേടിയൊന്നുമില്ല. പിന്നെ മോനും ചെറിയ പേടിയുണ്ടായിരുന്നു, പക്ഷേ ഏറ്റവും കൂടുതൽ പേടി എനിക്കായിരുന്നു. അവൻ എന്നെ ലാസ്റ്റ് കളിയാക്കി. ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബിരിയാണി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിലൊരു ചട്നി ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ കോലാലംപൂർ എയർപോർട്ടിൽ നമ്മളിങ്ങനെ എത്തി. പിന്നെ അവിടുത്തെയും കുറച്ച് വിഷ്വൽസ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ലൊരു മ്യൂറൽ വർക്ക് കണ്ട്. ഇവിടെ പിടിച്ചിരുന്നോ? ഇത്രയും ദൂരം പോയതുകൊണ്ട് കുഞ്ഞിനും വയ്യാണ്ടായി. കുഞ്ഞിന് നടക്കാൻ വയ്യ. പിന്നെ അവനെ ആ ട്രോളിയിൽ വെച്ച് നിരകിക്കൊണ്ട് പോവുകയാണ് ചേച്ചി. ഇമിഗ്രേഷൻ പ്രോസസ്സ് അവിടെ ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞു ഞങ്ങൾ എയർപോർട്ടിന് വെളിയിലേക്ക് വന്ന്. ചേട്ടനപ്പം വിളിക്കാൻ ഞങ്ങളെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്ലാറ്റിൽ വന്നു. റൂമാണെങ്കിൽ ചേട്ടൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയായിരുന്നു ഞങ്ങൾ അത്രയും ദിവസം താമസിക്കുന്നത്. ഉച്ച കഴിഞ്ഞപ്പം ഭയങ്കര മഴയും ഇടിയും മിന്നലും. ബാൽക്കണിയിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഈ കാണുന്നത് പുച്ചോങ് സിറ്റിയാണ്. വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നെഗറ്റീവ് ഉണ്ടെങ്കിൽ കമൻറ്റും ചെയ്യണം. താങ്ക്